ട്രാക്കർ ഡോഗ് 10 വയസ്സുകാരി ജെനിക്ക് ഇനി വിശ്രമ ജീവിതമാണ്. പ്രമാദമായ നിരവധി കേസുകൾ തെളിയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഇടുക്കി നയൻ ഡോഗ് സ്ക്വാഡിലെ ഡോഗ് ജെനി കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്നും വിരമിച്ചു. ജെനിയുടെ വിരമിക്കൽ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം ഡോഗ് സ്ക്വാഡിൽ വെച്ച് നടന്നു. സർവീസിൽ നിന്നും റിട്ടയർ ആയ ശേഷം പരിപാലിക്കുന്നതിനായി ജെനിയുടെ ഹാൻഡ്ലറായ ഇടുക്കി ജില്ലാ പോലീസ് ഡോഗ് സ്ക്വാഡിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സാബു PC വകുപ്പ് തല അനുവാദത്തോടെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി VU കുര്യാക്കോസിൽ നിന്നും ജെനിയെ ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇനി ASI സാബുവിനൊപ്പം തങ്കമണിയിലെ വീട്ടിൽ കുഞ്ഞു ജെനിക്ക് വിശ്രമ ജീവിതമായിരിക്കും. 3 മാസം പ്രായമുള്ളപ്പോഴാണ് ജെനി പോലീസ് സേനയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ASI ആയ സാബു ആയിരുന്നു അന്ന് ജെനിയുടെ പരിശീലകൻ. സുനിൽ കുമാർ ആയിരുന്നു സഹപരിശീലകൻ. തൃശ്ശൂരിലെ പോലീസ് അക്കാഡമിയിൽ 9 മാസം പരിശീലനം പൂർത്തിയാക്കി 2015 ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ ട്രാക്കറായി ജെനി എത്തുന്നത്. സർവീസിലെത്തിയ ആദ്യ വർഷം തന്നെ ജെനി അടിമാലിയിലെ രാജധാനി ലോഡ്ജിൽ 3 പേരെ കൊലപ്പെടുത്തിയ പ്രതിയെ കണ്ടെത്തിക്കൊണ്ട് തന്റെ വിജയഗാഥ ആരംഭിച്ചു. പിന്നീട് 2019 ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുത്തടി എന്ന സ്ഥലത്ത് റിജോഷ് എന്നയാളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കായി എത്തിയ ജെനി 2.5 കിലോമീറ്റർ സഞ്ചരിച്ച ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയും അവിടെ കാണാതായ റിജോയുടെ മൃതശരീരം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്ത കേസിൽ ജെനി തുമ്പുണ്ടാക്കുകയും ചെയ്തു. കേവലം മിസ്സിംഗ് കേസിൽ ഒതുങ്ങിപ്പോകാമായിരുന്ന ഒരു കൊലപാതക കേസ് തെളിയിക്കുവാനും അങ്ങനെ ജെനി സഹായിച്ചു. കൂടാതെ 10 വർഷത്തിനിടെ നിരവധി കൊലപാതകം, കാണാതെ പോകൽ, മോഷണം തുടങ്ങിയ കേസുകളിലും ജെനിയാണ് തെളിവുണ്ടാക്കുന്നതിൽ ഏറെ നിർണായകമായത്. 10 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ജെനിക്ക് ഗംഭീര യാത്രയയപ്പാണ് ജില്ലയിൽ ഒരുക്കിയത്. ആദ്യമായാണ് ജില്ലയിൽ വെച്ച് ഒരു ഡോഗിന്റെ റിട്ടയർമെന്റ് ചടങ്ങ് ഇങ്ങനെ നടക്കുന്നത്. സേനയിലുള്ള ഒരു ഉദ്യോഗസ്ഥന് നൽകുന്ന എല്ലാ ബഹുമതിയും നൽകിയാണ് ജെനിയെയും വിശ്രമ ജീവിതത്തിലേക്ക് വിടുന്നത്. യൂണിഫോമിലെത്തിയ ജെനിയെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി VU കുര്യാക്കോസ് മാലയിട്ട് സ്വീകരിച്ചു. നാർക്കോട്ടിക്സ് DYSP മാത്യു ജോർജ്, ഇടുക്കി സർക്കിൾ സതീഷ് കുമാർ, ASI ഇൻചാർജ് ജമാൽ, നയൻ ഡോഗ് സ്ക്വാഡ് ഇൻചാർജ് ഓഫീസർ റോയ് തോമസ് തുടങ്ങി ഡോഗ് സ്ക്വാഡിലെ സേനാ അംഗങ്ങളും ചേർന്നാണ് ജെനിയെ യാത്രയാക്കിയത്. പോലീസ് സേനയിൽ നിന്നും ലഭിച്ച അവസാന സല്യൂട്ട് സ്വീകരിച്ച് ഹാൻഡ്ലർ സാബുവിനൊപ്പം ജെനി സർവീസിൽ നിന്നും അങ്ങനെ പടിയിറങ്ങി. വിരമിക്കൽ ദിനത്തിൽ യൂണിഫോമിലെത്തിയ ജെനിയെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി VU കുര്യാക്കോസ് മാലയിട്ട് സ്വീകരിക്കുകയായിരുന്നു. സേനയിലുള്ള ഉദ്യോഗസ്ഥന് നൽകുന്ന എല്ലാ ബഹുമതിയും നൽകിയാണ് ജെനിയെയും വിശ്രമ ജീവിതത്തിന് അയച്ചത്. വിരമിച്ച ശേഷം ജെനിയെ സംരക്ഷിക്കുവാൻ ജില്ലാ പോലീസ് ഡോഗ് സ്ക്വാഡിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PC സാബു വകുപ്പ് തല അനുവാദം വാങ്ങിയിരുന്നു. ഡോഗ് സ്ക്വാഡിൽ നിന്നും വിരമിക്കുന്ന നായകളെ തൃശ്ശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ ഒരുക്കിയിട്ടുള്ള വിശ്രാന്തി ഹോമിലേക്കാണ് കൊണ്ടുപോകാറുള്ളത്. എന്നാൽ സാബുവിന്റെ അപേക്ഷ പ്രകാരം ജെനിയെ സാബുവിനൊപ്പം അയക്കുകയായിരുന്നു. അങ്ങനെ നിരവധി പ്രമാദമായ കേസുകളിൽ വഴിത്തിരിവൊരുക്കിയ ജെനി ഇനി സാബുവിനൊപ്പം തങ്കമണിയിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കും.